നമസ്കാരം. ലക്ഷക്കണക്കിന് പ്രവാസികൾ രാപ്പകലില്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പലരും കിട്ടുന്നതൊക്കെ സ്വരുക്കൂട്ടി വെച്ചാണ് നാട്ടിലുള്ള കുടുംബങ്ങളിലേക്ക് പണം അയക്കുന്നത്. എന്നാൽ എല്ലായിടത്തും നല്ലതും ചീത്തയും ഉണ്ടെന്നൊക്കെ പറയും പോലെ തന്നെയാണ് പ്രവാസികളുടെയും കാര്യം. കഷ്ടപ്പെടുന്ന പാവം പ്രവാസികളെ നാണം കെടുത്താൻ ഒരു വിഭാഗമുണ്ട്. എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കണം എന്നതാണ് ഈ വിഭാഗത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനേതറ്റം വരെ പോകാനും അവർ തയ്യാറാണ്. എന്ത് മാർഗവും ഇതിനായി സ്വീകരിക്കും. അതെ, പറഞ്ഞു വരുന്നത് വലിയൊരു തട്ടിപ്പിന്റെ കഥയാണ്. കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് 700 കോടി രൂപ കുറച്ച് മലയാളികൾ തട്ടിയെടുത്തു. 700 കോടി തട്ടിയെടുക്കുക മാത്രമല്ല, ഇവർ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും നാട്ടിലേക്കും കടന്നതായാണ് വിവരം. തട്ടിപ്പ് നടത്തിയ മലയാളികൾക്കായി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. 1425 മലയാളികൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. ഗൾഫ് ബാങ്ക് ഓഫ് കുവൈറ്റിൽ നിന്ന് വൻ തുക ലോൺ എടുത്ത ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നെന്നാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 10 കേസുകളും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കുവൈറ്റിൽ വൻ ശമ്പളത്തോടെ ജോലി ചെയ്യുന്നവർ വരെ ഈ തട്ടിപ്പിന്റെ ഭാഗമായതായാണ് പുറത്തുവരുന്ന വിവരം. ആദ്യം ചെറിയ ലോണുകൾ എടുത്ത് കൃത്യമായി തിരിച്ചടച്ച ശേഷമാണ് ഇവർ വലിയ ലോണുകൾ എടുത്തത്. 50 ലക്ഷം മുതൽ 2 കോടി വരെ ലോൺ എടുത്ത ശേഷം വിദേശ രാജ്യങ്ങളിലേക്കും നാട്ടിലേക്കും കടക്കുകയായിരുന്നു. ഇംഗ്ലണ്ട്, കാനഡ, US തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇവർ കടന്നതെന്നും സൂചനയുണ്ട്. തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അന്വേഷണം ആരംഭിച്ചത്. അപ്പോഴാണ് വൻ തട്ടിപ്പിന്റെ കഥ പുറത്തു വന്നത്. 1425 മലയാളികളാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന 700ഓളം പേരും ഇതിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യം തട്ടിപ്പ് നടത്തിയവർ വഴി പഴുതു മനസ്സിലാക്കി കൂടുതൽ മലയാളികൾ ബാങ്കിനെ പറ്റിച്ചുവെന്നാണ് കരുതുന്നത്. ബാങ്ക് അധികൃതർ കേരളത്തിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയവരുടെ വിലാസമടക്കം നൽകി കഴിഞ്ഞു. തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദക്ഷിണ മേഖല IG ആണ് അന്വേഷണം നടത്തുന്നത്. നിലവിൽ എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശമ്പള സർട്ടിഫിക്കറ്റ്, ജാമ്യം നൽകി കോടികൾ വായ്പ എടുത്തു. അതിനുശേഷം അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കടക്കുകയായിരുന്നു. ഈ മലയാളികൾക്കെതിരെ കേരളത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദക്ഷിണ മേഖല IGയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ആയിരിക്കും കേസുകൾ അന്വേഷിക്കുക. ലോക്കൽ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറും. നിലവിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 8 എണ്ണവും എറണാകുളം റൂറൽ ജില്ലയിലാണ്. ഗൾഫ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുൽ വാസിഖ് റഹ്മാൻ കേരളത്തിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. പരാതികളിൽ വായ്പ എടുത്തവരുടെ നാട്ടിലെ വിലാസവും നൽകിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയ ശേഷം ഇവർ ഇന്ത്യയിലേക്ക് കടന്നു കളഞ്ഞുവെന്നും പരാതിയിലുണ്ട്. വ്യാപകമായ തട്ടിപ്പിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും സംശയിക്കുന്നു. 2020 സെപ്റ്റംബറിലാണ് തട്ടിപ്പിന്റെ തുടക്കം. 3 മാസം മുമ്പാണ് ബാങ്ക് അധികൃതർ ഇത് കണ്ടെത്തിയത്. എന്തായാലും തട്ടിപ്പിനും വെട്ടിപ്പിനുമൊന്നും നാട്ടിൽ മാത്രമല്ല മറുനാട്ടിലും ഒരു കുറവുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.